തിരുവനന്തപുരം നഗരസഭ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിൽ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന ആക്ഷേപം ഉയരുകയാണ്. നിലവിലെ 100 വാർഡുകളും വെട്ടിമുറിച്ചാണ് നഗരസഭയിൽ ഒരു വാർഡ് കൂട്ടിയിരിക്കുന്നത്. വാർഡ് വിഭജനം വന്നതോടെ നഗരപരിധിയിലെ ജനം നേരിടേണ്ടി വരുന്നത് വലിയ പ്രതിസന്ധിയാണ്. 100 വാർഡുകളിലെയും ജനങ്ങളുടെ TC നമ്പറും വീട്ടു നമ്പറും മാറുന്നു. ഇങ്ങനെ മാറ്റം വരുന്നതോടെ ജനങ്ങളുടെ രേഖകളെല്ലാം അസാധുവാകുന്ന ഒരു സാഹചര്യം കൂടി തിരുവനന്തപുരത്തുണ്ട്. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, തിരുവനന്തപുരത്തെ സാഹചര്യം എങ്ങനെയാണ്? ഒരു വാർഡ് കൂട്ടിയതോടുകൂടി എങ്ങനെയൊക്കെയാണ് പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്? സ്മൃതി, തിരുവനന്തപുരം നഗരസഭയിലെ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്നാണ്, ഒപ്പം CPM-നെതിരെ ഗുരുതരം ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. നിലവിൽ 100 വാർഡുകളാണ് തിരുവനന്തപുരം നഗരസഭയിലുള്ളത്. ഇതിൽ ഒരു വാർഡ് മാത്രമാണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്, 101 വാർഡ്. സാധാരണഗതിയിൽ ജനസംഖ്യാടിസ്ഥാനത്തിലും നാച്ചുറൽ ബൗണ്ടറി തിരിച്ചുമാണ് ഇത്തരത്തിലുള്ള വാർഡ് വിഭജനങ്ങൾ നടക്കാറുണ്ടെങ്കിൽ ഇപ്പോൾ വീടുകളുടെ എണ്ണം എടുത്തതിന് ശേഷം വോട്ട് ഏകദേശം 10,000-ഓളം വരുന്ന വോട്ടർമാരുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്താണ് ഇപ്പോൾ വാർഡ് വിഭജനം നടത്തുന്നത്. ഇതിൽ അശാസ്ത്രീയതയുണ്ട് എന്നുള്ളതാണ്. കാരണം നിലവിൽ ഏകദേശം വലിയ 2-3 വാർഡുകൾ തിരഞ്ഞെടുത്തതിനു ശേഷം അതിനെ മുറിച്ച വാർഡുകൾ വിഭജിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നിലവിൽ ഈ 100 വാർഡുകളെയും കുഴച്ചു മറിച്ച് വെട്ടിമുറിച്ചാണ് തിരുവനന്തപുരം നഗരസഭയിൽ വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലുള്ള 100 വാർഡുകളിൽ 8 വാർഡുകൾ ഇല്ലാണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പട്ടം താണുപിള്ളയുടെ പേരുള്ള PTP നഗർ എന്ന് പറയുന്ന വാർഡ് ഉൾപ്പെടെ ഇല്ലാണ്ടായിരിക്കുന്നു. പകരം ഒരു വാർഡ് കൂടി 9 വാർഡുകളായി മാറുകയും ചെയ്തിരിക്കുന്നു. അശാസ്ത്രീയമായിട്ടുള്ള ഒരു വാർഡ് വിഭജനമാണെന്ന് ആരോപിച്ചുകൊണ്ട് BJP ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ഈ വാർഡിലെ ജനങ്ങളാണ്. ഈ 100 വാർഡും വെട്ടിമുറിച്ചതോടുകൂടി 100 വാർഡുകളിലെയും ജനങ്ങളുടെ വീട്ടു നമ്പർ, അതായത് TC നമ്പരും അതുപോലെ തന്നെ വാർഡ് നമ്പരും മാറും. ഇത് മാറുന്നതുകൊണ്ട് ഈ ജനങ്ങളുടെ എല്ലാം രേഖകളും അസാധുവായി മാറുകയാണ് ചെയ്യുന്നത്. കാരണം ഇവരുടെ ആധാർ കാർഡ്, ഒപ്പം റേഷൻ കാർഡ്, മറ്റ് തിരിച്ചറിയൽ രേഖകൾ എല്ലാം ഇനി ഒന്നേന്ന് ഇവർ തയ്യാറാക്കിയെടുക്കേണ്ടതായിട്ട് വരും. ഇതിന് ഏകദേശം 3-4 വർഷങ്ങൾ എടുക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരം. ആ 4 വർഷക്കാലം ഇവർക്ക് ഒരു രീതിയിലുള്ള ഒരു സർക്കാർ സഹായവും ലഭിക്കില്ല എന്നുള്ളതാണ്. കാരണം പുതിയ വാർഡ് നമ്പരും പുതിയ വീട്ടു നമ്പരും ഉണ്ടായി വരുമ്പോൾ ഇവരുടെ രേഖകൾ ഒരു സ്ഥലത്തും എടുക്കാതെ വരും, ലഭ്യമാകാതെ വരും. അത് അസാധുവാകുന്ന സാഹചര്യം വരും. സൗജന്യ ചികിത്സയടക്കം ലഭിക്കുന്നവർക്ക് അത് ലഭ്യമാകാതെ വരും. പെൻഷനിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ കുടുംബശ്രീയിലെ വായ്പകൾ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റ് തൊഴിൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ നിലവിൽ നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ വാർഡ് നമ്പരോ വീട്ടു നമ്പരോ മാറ്റി നൽകിയതിനു ശേഷം അത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ഈ ഒരു വാർഡ് വിഭജനം നടത്തേണ്ടി വരിക ആയിരുന്നത്. പക്ഷേ അതിനൊന്നും തന്നെ മുതിരാതെ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് CPM ഇത്തരത്തിൽ വാർഡ് വിഭജിച്ചു എന്നുള്ളതാണ്. നിലവിൽ 6 വാർഡുകൾ, അതായത് 24 വാർഡുകളാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ തിരുവനന്തപുരം നഗരസഭയുടേതായി ഉണ്ടായത്. ഈ കഴക്കൂട്ടം മണ്ഡലം എന്ന് പറയുന്നത് CPM-ന്റെ കുത്തകയാണ്. അവിടെ ഈ 8 വാർഡുകൾ മുറിച്ച് 9 ആക്കുന്നു. അതിൽ 6 വാർഡുകളും കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് പോയിരിക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ആണ് ഈ 6 വാർഡുകളും മുറിച്ച് കഴക്കൂട്ടത്തേക്ക് കൊടുത്തിരിക്കുന്നത്. ഒപ്പം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് ഒരു വാർഡ് പകരം ഒരു വാർഡ് കൂടി കൂട്ടിക്കൊടുത്തിരിക്കുന്നു. കോവളം മണ്ഡലത്തിൽ നിന്ന് ഒരു വാർഡ് എടുത്ത്, നമുക്കറിയാം കോവളം കോൺഗ്രസിൻ്റെ മണ്ഡലമാണ്, അവിടെ നിന്ന് ഒരു വാർഡ് വിഭജിച്ച് നിയമമണ്ഡലത്തിലേക്ക് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു വാർഡ് വിഭജനമാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടന്നത് എന്നുള്ളതാണ്. ഇത് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് CPM-ഉം അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും അതിൻ്റെയും ഇടപെടലിൻ്റെ ഭാഗമായാണ് ഇത്തരം അശാസ്ത്രീയമായിട്ടുള്ളൊരു വാർഡ് വിഭജനം എന്നാണ് ആരോപിക്കപ്പെടുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ ഈ വാർഡ് വിഭജനത്തിൽ ബുദ്ധിമുട്ടേണ്ടി വരുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ ജനങ്ങളാണ്. ഇവർ ഒന്നേന്ന് ഇനി ഏകദേശം 101 വാർഡുകളിലെയും ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒന്നേന്ന് ഇനി പുതിയ രേഖകൾ അവർക്ക് തയ്യാറാക്കി അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പിനപ്പുറം സാധാരണ ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരം നഗരസഭയിൽ നിന്നുള്ള വിവരമായി ഇപ്പോൾ റിനു ശ്രീധർ നൽകിയിരിക്കുന്നത്.